A channel for current affairs and general knowledge. ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് മേഖലയാണ്. ഇതിന്ന് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് 100%. ഏതൊരു എക്സാമോ, അത് ഇപ്പോൾ SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ഈ മേഖലയിൽ നിന്നും, അതായത് ഈ അവാർഡ്സ് എന്ന ഒരു മേഖലയിൽ നിന്നുള്ള ഒരു ചോദ്യം ഷുവറാണ്. അതേപോലെ തന്നെയാണ് ഈ അവാർഡ്സ് എന്ന മേഖലയിൽ നിന്നും ഈ ഗോൾഡൻ ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഉറപ്പാണ്. SSCക്കോ റെയിൽവേക്കോ പ്രത്യേകിച്ചും ഉറപ്പായിട്ടും ചോദിക്കാവുന്നതുമാണ്. കാരണം ഓരോ കൊല്ലവും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കൊല്ലം കൊടുക്കുന്നതോടൊപ്പം ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം, അതായത് 2023 കൊടുത്തിട്ടുണ്ട്, 22 കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ അവിടെ നിന്നൊക്കെ ചോദിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഫിലിം അവാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുള്ളൂ. 2-3 കൊല്ലം മുമ്പുള്ളതൊന്നും ചോദിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. കാരണം അതിനൊന്നും അത്രയ്ക്കും പ്രസക്തി കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ഈ നോബൽ പ്രൈസ് പോലുള്ള അവാർഡുകൾക്കാണ് അവർ ചിലപ്പോൾ 2-3 കൊല്ലം മുമ്പുള്ളത് വരെ ചോദിക്കാറുണ്ട്, ചോദിച്ചതുമുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ്. അത് 2024 കൊടുത്തത്. ആക്ച്വലി ഇത് 2024 കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് 2023 കണക്കാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നതും കൂടി ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് 2024 കൊടുത്തതെന്നുള്ളത് അറിയാലോ. ഇത് ഈ 2023 പറയുന്ന കൊല്ലത്തെ, അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മികച്ച പ്രകടനത്തിനുള്ള അവാർഡാണ് ഈ 2024 കൊടുത്തതെന്ന് ആലോചിക്കണം. അപ്പോൾ 2023 കൊടുത്തത് 2022 ആ ഒരു ഫുൾ ഇയറിലുള്ള മികച്ച സിനിമയ്ക്കുള്ള അവാർഡുകളാണ് ഈ 2023 കൊടുത്തത്. അപ്പോൾ ഈ 2024 ഈ കൊടുത്തത് ഏതാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ 2023 മികച്ച സിനിമകൾക്കുള്ളതാണ് 2024 കൊടുത്തിരിക്കുന്നത്. എങ്ങനെ പോയാലും നിങ്ങളോട് ചോദിക്കുക, അറ്റ്ലീസ്റ്റ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 നേടിയത് ആരാണെന്നോ അല്ലെങ്കിൽ 81ാമത്തെ എന്നാണ് ചോദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വേറെ പ്രത്യേകിച്ച് സംശയമൊന്നും വരുന്നില്ല. എന്തായാലും ഇത് ഓർത്ത് വെക്കുക, ഇത് 81ാമത്തെ അവാർഡാണെന്ന് നോക്കുക. ഓക്കെ, അതേപോലെ 2024 കൊടുത്തതെന്നും കൂടി നോക്കുക. അപ്പോൾ നമുക്ക് ഇതിലെ മെയിൻ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോ ഇതിൽ പറയുകയാണെങ്കിൽ ഇതിൽ അതായത് പല തരത്തിലാണ് ഈ നമ്മുടെ ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് മോഷൻ പിക്ചേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ TV ഡ്രാമ അല്ലെങ്കിൽ TV സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഈ മോഷൻ പിക്ചേഴ്സിൽ തന്നെ ഡ്രാമ വിഭാഗം വരുന്നുണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കൽ കോമഡി ഉണ്ട്, പിന്നെ അനിമേറ്റഡ് ഫിലിംസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഇംഗ്ലീഷ് ഫിലിംസും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ TV ഡ്രാമയിലും TV സീരീസിലും ഇതേപോലെ, അതായത് TV-യിൽ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻറ്റ്. അപ്പോൾ TV-യിലത്തെ സീരീസിൽ ഇതേപോലെ തന്നെ ഡ്രാമ വിഭാഗമുണ്ട്, മ്യൂസിക്കൽ ആൻഡ് കോമഡി, അത് രണ്ടിലും ഉണ്ട്. ഡ്രാമ അതുപോലെ തന്നെ മ്യൂസിക്കൽ ആൻഡ് കോമഡി ഈ മോഷൻ പിക്ചേഴ്സിലും ഉണ്ട്, അതുപോലെ തന്നെ TV സീരീസിലും ഉണ്ട്. പിന്നെ അതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ലിമിറ്റഡ് സീരീസ് അല്ലെങ്കിൽ മെയ്ഡ് ഫോർ TV ആന്തോളജി എന്ന് പറഞ്ഞ ഒരു വിഭാഗം കൂടി ഈ TV സീരീസിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ഓർത്ത് ഇരിക്കാൻ സാധിക്കുള്ളൂ. ഇത് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവർ ചോദിക്കാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ മോഷൻ പിക്ചേഴ്സിലെ ഡ്രാമ വിഭാഗത്തിലെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുള്ളൂ. അല്ലാണ്ട് മോഷൻ പിക്ചേഴ്സിലെ മികച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ ഡ്രാമയുണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കലുണ്ട്, അനിമേറ്റഡും ഉണ്ട്, നോൺ ഇംഗ്ലീഷും ഉണ്ട്. സോ അതേപോലെ തന്നെ TV സീരീസിലും ഡ്രാമ, മ്യൂസിക്കൽ, ലിമിറ്റഡും ഉണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് തന്നത്. അപ്പോൾ നമുക്കിത് ഓരോ മേഖല, അതായത് ഡ്രാമ, മ്യൂസിക്കൽ വിഭാഗം ഓരോന്നും ഏതൊക്കെയാണ്, ഏതൊക്കെ ഫിലിംസാണ്, ഏതൊക്കെ നടന്മാരാണെന്ന് നമുക്ക് ഓരോന്നിലും നോക്കാം. ഫസ്റ്റ് ഈ മോഷൻ പിക്ചേഴ്സിലെ ഡ്രാമ വിഭാഗമാണ് നോക്കേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഇനി വരാൻ പോകുന്ന ഓസ്കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാഫ്ത അവാർഡ് ആയിക്കോട്ടെ, അതിലും ഈ പറയുന്ന ആൾക്കാർ 100% ഇവർ തന്നെയാണ് അതിലും അവാർഡ് നേടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിലത്തെ ഈ ഡ്രാമ വിഭാഗത്തിലത്തെ അല്ലെങ്കിൽ 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡിലെ മികച്ച സിനിമ ഏതാ, ഡ്രാമ
ഡ്രാമയിലത്തെ അല്ലെങ്കിൽ ഡ്രാമ വിഭാഗത്തിലത്തെ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒപ്പൻഹൈമർ ആണെന്ന് നോക്കുക. ഓക്കെ, ഒപ്പൻഹൈമർ ഇത് തീർച്ചയായിട്ടും നോക്കി നോക്കുക. അതേപോലെ ഈ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ അതേ സിനിമേൻ്റെ ഡയറക്ടറായിരിക്കും ഏറ്റവും മികച്ച ഡയറക്ടർ. സോ ഇവിടെ മികച്ച സിനിമ ഒപ്പൻഹൈമർ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ ആയിരിക്കും മികച്ച ഡയറക്ടർ. അതേപോലെ തന്നെ മികച്ച നടനും ഈ സിനിമേൻ്റെ തന്നെയാണ് സിലിയൻ മുർഫി ആണെന്ന് നോക്കുക. ഇനി മികച്ച നടി ആരാന്ന് നോക്കിയാൽ അത് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണെന്ന് നോക്കുക. അത് കില്ലർ ഓഫ് ദ ഫ്ലവർ മൂൺ, ഈ പേരും കൂടി ഓർത്തിരിക്കുക സിനിമേൻ്റെ, കില്ലർ ഓഫ് ദ ഫ്ലവർ മൂൺ. ഓക്കെ, ഇതാണ് സിലിയൻ മുർഫി. സോ ഡ്രാമ വിഭാഗം ഇത് തീർച്ചയായും വേറെ ഒന്നും നോക്കിയില്ല, ഇതെങ്കിലും ഓർത്തിരിക്കുക. ഈ ഡ്രാമ വിഭാഗത്തിലത്തെ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒപ്പൻഹൈമർ ആണ്. അതേ സിനിമേൻ്റെ ഡയറക്ടറായിട്ടുള്ള ക്രിസ്റ്റഫർ നോളനാണ് മികച്ച ഡയറക്ടർ. നടൻ ആരാന്ന് ചോദിച്ചാൽ സിലിയൻ മുർഫി, അതേ സിനിമേൻ്റെ തന്നെയാണ്. പിന്നെ നടി ആരാന്ന് ചോദിച്ചാൽ ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. അത് കില്ലർ ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന സിനിമയ്ക്കാണെന്നും കൂടി നോക്കാം. അടുത്താണ് നമ്മൾ ഇവിടെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം പറഞ്ഞത്. അതിൽ മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പൂർ തിങ് എന്നുള്ളതാണ് നോക്കുക. അതുപോലെ തന്നെ മികച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ പോൾ ഗിമറ്റി ആണെന്ന് നോക്കുക. ജിയമറ്റി ഹോൾഡ് ഓവർ എന്ന സിനിമേൻ്റെ ആണെന്ന് കൂടി നോക്കണം. അതുപോലെ തന്നെ നടി ആരാന്ന് ചോദിച്ചാൽ എമ്മ സ്റ്റോൺ ആണ്. പൂർ തിങ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ അഭിനയത്തിനാണ് എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള അവാർഡ്. മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം അത് ഓർത്തിരിക്കണം, മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ നേടിയെന്ന് നോക്കാം. സോ മ്യൂസിക്കൽ ഇവരുടെ ഈ പേര്, അതായത് എമ്മ സ്റ്റോൺ ഒന്ന് ഓർത്തിരിക്കണം, കാരണം ബാഫ്ത അവാർഡ് നേടിയതിലും ഇവർ പെടുന്നുണ്ടെന്ന് നോക്കാം. സോ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച നടി ആരാന്ന് ചോദിച്ചാൽ സിനിമ ഏതാന്ന് ചോദിച്ചാൽ പൂർത്തേക്കാണ്. നടൻ ആരാന്ന് ചോദിച്ചാൽ പോൾ ഗിമറ്റി ഹോൾഡ് ഓവർ എന്ന സിനിമയ്ക്കാണെന്ന് നോക്കുക. നടി എമ്മ സ്റ്റോൺ ആണ്. പൂർ തിങ് എന്ന സിനിമേൻ്റെ ആണെന്ന് കൂടി നോക്കാം. അടുത്താണ് അനിമേറ്റഡ് സിനിമ. മികച്ച അനിമേറ്റഡ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ദ ബോയ് ആൻഡ് ദ ഹീറോൻ എന്ന സിനിമയാണെന്ന് കൂടി നോക്കാം. ഈ അനിമേറ്റഡ് സിനിമ ഒന്ന് ഓർത്തിരിക്കണം, കാരണം ഇത് ഇനിയും ഉള്ള സിനിമ അവാർഡുകളിലൊക്കെ പെടുന്ന സിനിമയായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക. സോ അനിമേറ്റഡ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ബോയ് ആൻഡ് ദ ഹീറോൻ ആണെന്ന് നോക്കാം. അടുത്താണ് നോൺ ഇംഗ്ലീഷ് ഫിലിം, അതായത് ഇംഗ്ലീഷ് അല്ലാത്ത നോൺ ഫിലിം. സോ നോൺ ഇംഗ്ലീഷ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അനാട്ടമി ഓഫ് എ ഫാൾ ആണെന്ന് നോക്കാം. ഓക്കെ, അനാട്ടമി ഓഫ് എ ഫാൾ ആണ് മികച്ച സിനിമ. ഇതിനാണ് മികച്ച സ്ക്രീൻ പ്ലേ അവാർഡും നേടിയെന്നും കൂടി നോക്കുക. അത് ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ജസ്റ്റിൻ ട്രയോട്ടും ഹെറാറി ആണെന്നും കൂടി നോക്കുക. ട്രയറ്റ് ആൻഡ് ഹെറാറി ആണെന്നും കൂടി ഓർത്തിരിക്കുക. സോ നോൺ ഇംഗ്ലീഷ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അനാട്ടമി ഓഫ് എ ഫാൾ ആണ്. ജസ്റ്റിൻ ട്രയോട്ട്, ഓക്കെ, ജസ്റ്റിൻ ട്രയോട്ടും അതുപോലെ തന്നെ ഹെറാറി. ട്രയോട്ടും ഹെറാറിയും എന്നുള്ള പേര് മാത്രമെങ്കിലും ഓർത്തിരിക്കാൻ നോക്കുക. ട്രയറ്റ് ആൻഡ് ഹെറാറിയാണ് മികച്ച സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് നേടിയെന്നും കൂടി നോക്കുക. അടുത്ത ഒരു എക്സ്ട്രാ ഫാക്ട്സ് എന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമേൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് വേറെ കുറച്ച് അവാർഡ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ഒന്നിലും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വരുന്നതാണ്. അതായത് മികച്ച സ്കോർ, ഒറിജിനൽ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിൽ ഈ ഒപ്പൻഹൈമർ എന്ന സിനിമയ്ക്കാണ് ഒറിജിനൽ സ്കോർ അവാർഡ് നേടി. അത് ലുഡ്വിഗ് ഗൊറൻസൺ ആണെന്നും കൂടി നോക്കാം. സോ ഒറിജിനൽ സ്കോർ അവാർഡ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് സിനിമയ്ക്കാന്ന് ചോദിച്ചാൽ അത് ഒപ്പൻഹൈമർ എന്ന സിനിമയ്ക്കാണെന്ന് നോക്കുക. അത് ലുഡ്വിഗ് ഗൊറൻസൺ ആണ് നേടി നോക്കുക. മികച്ച സോങ് വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ ആണെന്ന് കൂടി നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഒറിജിനൽ സോങ് അല്ലെങ്കിൽ സോങ് വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ, അത് ആരൊക്കെയാണ് പാടിയെന്ന് ചോദിച്ചാൽ ബില്ലി ഐലിഷും, അല്ലെങ്കിൽ എഴുതിയത് ബില്ലി ഐലിഷും എഫ് ഒക്കോണലാണെന്നും കൂടി നോക്കുക. പിന്നെ സപ്പോർട്ടിങ് ആക്ടറും ആക്ട്രസും ചോദിക്കാറുണ്ട്, നോക്കുക. അത് റോബർട്ട് ഡൗണിയാണ് മികച്ച സപ്പോർട്ടിങ് ആക്ടർ, അത് ഒപ്പൻഹൈമർ എന്ന സിനിമയ്ക്കാണ്. അതുപോലെ തന്നെ സപ്പോർട്ടിങ് ആക്ട്രസ് ആരാന്ന് ചോദിച്ചാൽ ഡാ വിൻസ്റോയ് റാൻഡോൾഫ് ആണെന്ന് നോക്കുക. ഹോൾഡ് ഓവർ ആണ്. ഇവർ രണ്ടുപേരുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി വരുന്ന അവാർഡിലും ഇവർ പെടുന്നതായിരിക്കും. സോ ഒറിജിനൽ സ്കോർ അവാർഡ് നേടിയത് ആരാന്ന് ലുഡ്വിഗ് ഗൊറൻസൺ ആണ്. അത് മറ്റേ ഒപ്പൻഹൈമർ എന്ന സിനിമയ്ക്കാണ് നോക്കുക. സോങ് ഏതാന്ന് ചോദിച്ചാൽ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ, ബില്ലി ഐലിഷും എഫ് ഒക്കോണലും. സപ്പോർട്ടിങ് ആക്ടറും ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ഡൗണി, ഓപ്പൻഹൈമർ എന്ന സിനിമയും, അതുപോലെ തന്നെ ഡാവിൻ ജോയ് റാൻഡോൾഫ് ഹോൾഡ് ഓവർ എന്ന സിനിമയ്ക്ക്. ഇവർ രണ്ടുപേർക്കും ബാഫ്ത അവാർഡും നേടിയിട്ടുണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മോഷൻ പിക്ചേഴ്സിൻ്റെ ഒരു ഷോർട്ട് വ്യൂ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിൽ സ്ലൈഡിൽ കാണിക്കുന്നത്. അതായത് മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒപ്പൻഹൈമർ ആണെന്ന് പറയും, ഡ്രാമ വിഭാഗം. ഇനി മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിലെ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പൂർ തിങ് എന്നാണ് പറഞ്ഞിരുന്നു. അതുപോലെ അനിമേറ്റഡ് സിനിമയാണെങ്കിലോ ബോയ് ആൻഡ് ദ ഹീറോയിൻ. ഇനി നോൺ ഇംഗ്ലീഷ് ഫിലിമിലാണെങ്കിലോ അനാട്ടമി ഓഫ് എ ഫാൾ.
ഓക്കെ, ഇനി നടനും നടിമാരുടെ കാര്യത്തിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ അനിമേറ്റഡിലൊന്നും അതില്ല, അതുകൊണ്ട് അത് നോക്കണില്ല. അതുപോലെ നോൺ ഇംഗ്ലീഷിലും അതില്ല. സോ ഡ്രാമ വിഭാഗത്തിലെ കാറ്റഗറിയിലെ മികച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ സിലിയൻ മർഫിയാണ്. അത് ഓപ്പൻഹൈമർ എന്ന സിനിമയ്ക്ക് തന്നെയാണെന്ന് നോക്കുക. പിന്നെ ലിലി ഗ്ലാഡ്സ്റ്റോൺ, കില്ലർ ഓഫ് ദ ഫ്ലവർ മൂൺ, മികച്ച നടി. ഡയറക്ടർ ഈ ഓപ്പൻഹൈമർ എന്ന സിനിമേൻ്റെ തന്നെയാണ്, ക്രിസ്റ്റഫർ നോളനാണെന്ന് നോക്കുക. ഇനി ഒറിജിനൽ സ്കോർ ഏതാണെന്ന് ചോദിച്ചാൽ ലൂഡ്വിഗ് ഗൊറൻസൺ ആണ് ഓപ്പൻഹൈമർ എന്ന സിനിമയ്ക്കാണെന്ന് നോക്കുക. ഇനി മ്യൂസിക് ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച സിനിമ പൂർ തിങ് ആണെന്ന് പറഞ്ഞു. നടനോ പോൾ ജിമറ്റിയാണ്. നടി ഈ പൂർ തിങ് എന്ന സിനിമയിലത്തെ എമ്മ സ്റ്റോൺ ആണെന്ന് കൂടി നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു മികച്ച സോങ് ഏതാണെന്ന് ചോദിച്ചാൽ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ, ബില്ലി എലിഷും മെഫക്കോണലും. അതുപോലെ സപ്പോർട്ടിങ് ആക്ടറും ആക്ട്രസ് ആരെന്ന് വെച്ചാൽ റോബർട്ട് ഡൗണി ഓപ്പൻഹൈമറിൻ്റെയും പിന്നെ ഡാവിഞ്ചോ റാൻഡോൾഫ്, അതായത് ഹോൾഡ് ഓവർ എന്ന സിനിമയിൽ. പിന്നെ സ്ക്രീൻ പ്ലേ, മികച്ച സ്ക്രീൻ പ്ലേ ഏതിൻ്റെയാന്ന് ചോദിച്ചാൽ അനാട്ടമി ഓഫ് എ ഫാളിൻ്റെ ആണ്, അതായത് ട്രയറ്റും ഹെറാറിൻ്റെയും ആണ് കൂടി നോക്കാം. അടുത്ത നമ്മൾ ആദ്യം പറഞ്ഞു ഒന്ന് മോഷൻ പിക്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തത് ഒരു കാറ്റഗറി നമ്മൾ പറഞ്ഞിരുന്നു, അത് ടി വി സീരീസിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും കൂടി നോക്കണം. അതായത് ഇത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഏറ്റവും സിമ്പിളായിട്ട് രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഇതിൽ പറയുന്ന ഓരോ സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ ഇത് നോക്കുക. ഇത് നമുക്ക് ഈ ടേബിൾ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്ന കാര്യമാണ്. സോ ഇതിൽ നമ്മൾ പറഞ്ഞു ഡ്രാമയുണ്ട്, മ്യൂസിക് ആൻഡ് കോമഡി ഉണ്ട്, പിന്നെ ടി വി സീരീസും ഉണ്ട്. സോ ആദ്യം നമ്മൾ നോക്കുന്ന ഡ്രാമയിലാണെങ്കിൽ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ സസഷനാണ്. അതിൻ്റെ ഈ നടന്മാർ നടിയും ഇതേ സിനിമേൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് അത് ഓർത്തിരിക്കേണ്ട ഒരു പ്രശ്നമില്ല. സോ നടനും നടിയും ഇതേ സിനിമേൻ്റെ സസഷൻ കണ്ടില്ലേ. ഇനി മ്യൂസിക് ആൻഡ് കോമഡി വിഭാഗത്തിലെ മികച്ച നടനും നടിയും ഈ ബിയർ എന്ന സിനിമയിൽ തന്നെയാണ്, കണ്ടില്ലേ. അതുപോലെ തന്നെ ലിമിറ്റഡ് സീരീസിൻ്റെയും ഇതേ സിനിമേൻ്റെയാണ് നടനും നടിയും. സോ അത് നമുക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, നടനും നടിയും മാത്രം ഓർത്തിരുന്നാൽ മതി. സോ ഡ്രാമ വിഭാഗത്തിലെ മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ സസഷനാണ്. മ്യൂസിക് ആൻഡ് കോമഡി വിഭാഗത്തിലെ ബിയർ ആണെന്ന് നോക്കുക. അതുപോലെ ലിമിറ്റഡ് സീരീസ് അല്ലെങ്കിൽ ആന്തോളജി വിഭാഗത്തിലത്തെ ആണെങ്കിൽ ബീഫ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പരിചയമുള്ള ബീഫ്. അപ്പോൾ ബീഫാണെന്ന് നോക്കുക. ഇനി മികച്ച നടൻ, ഈ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ കേറൻ കൾക്കിൻസ് ആണെന്ന് നോക്കുക. അതുപോലെ തന്നെ നടി സാറ സ്നൂക്ക്. അപ്പോൾ അത് ഒറ്റയടിക്ക് ഈ പേര് അങ്ങോട്ട് ഓർത്തിരുന്നാൽ മതി. കിരൺ കൾക്കിൻസും പിന്നെ സാറ സ്നൂക്കാണ് ഏത്, കിരൺ കൾക്കിൻസും സാറ സ്നൂക്കുമാണ് ഏത്, ഈ ടി വി സീരീസിലെ ഡ്രാമ വിഭാഗത്തിലത്തെ മികച്ച നടനും നടിയും, കിരണും സാറ സ്നോക്കും. ഇനി മ്യൂസിക് ആൻഡ് കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയറാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിലത്തെ മികച്ച നടനും ജെറമി വൈറ്റും എഡിബിരിയും ആണെന്നും കൂടി നോക്കാം. ജെറമിയും എഡിബിരി ആണെന്നും കൂടി നോക്കാം. ജെറമി വൈറ്റും അയ്യോ എഡിബിരി. പിന്നെ ലിമിറ്റഡ് സീരീസിലാണെങ്കിലോ ബീഫാണെന്ന് പറഞ്ഞു. സ്റ്റീഫൻ യുവാങ് ആണ് മികച്ച നടൻ, അലി വോങ് ആണ് മികച്ച നടിയും കൂടി നോക്കുക. സോ നമ്മൾ പറഞ്ഞു ഡ്രാമ വിഭാഗത്തിലെ സസഷനാണ്. അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് കോമഡി വിഭാഗത്തിലെ ബിയറാണ് സിനിമ, ബീഫാണ് ലിമിറ്റഡ് സീരീസിലും വരുന്നത്. ഇനി ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ നടിയാരെന്ന് ചോദിച്ചാൽ കിരൺ കൾക്കൻ, അതുപോലെ തന്നെ സാറ സ്നോക്കും. ഇനി മ്യൂസിക് ആൻഡ് കോമഡി വിഭാഗത്തിലോ ജെറമി വൈറ്റും അയ്യോ എഡിബിരി അല്ലേ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കാൻ നോക്കുക. പിന്നെ ലിമിറ്റഡ് സീരീസിലാണെങ്കിലോ സ്റ്റീഫൻ യോങ്ങും അലി വോങ്ങും കൂടി നോക്കുക. പിന്നെ സപ്പോർട്ടിങ് ആക്ടറും ആക്ട്രസും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, മക്ഫൈഡനും അതുപോലെ തന്നെ എലിസബത്ത് ഡെബിക്സാണും കൂടി നോക്കാം. സപ്പോർട്ടിങ് ആക്ടറും ആരാന്ന് ചോദിച്ചാൽ മക്ഫൈഡനും എലിസബത്തും കൂടി നോക്കാം. പിന്നെ ഈ കൊല്ലം, അതായത് ഈ 2024 ഈ കൊടുത്ത അവാർഡിൽ ഒരു 2 പുതിയ അവാർഡും കൂടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പെർഫോമൻസ് ഇൻ സ്റ്റാൻഡപ്പ് കോമഡി അവാർഡാണ്. അത് നോക്കി വെക്കുക, കാരണം ഇപ്രാവശ്യമാണ് കൊടുത്തിരിക്കുന്നത്, ആദ്യമായിട്ട് കൊടുത്താണ്. അതുകൊണ്ട് നോക്കുക. റിക്കി ഗർവാസിസ് എന്ന് നോക്കുക. ആർമഗഡൻ എന്ന ടി വി സീരീസിനാണ് കൂടി നോക്കാം. അതുപോലെ തന്നെ സിനിമാറ്റിക് ആൻഡ് ബോക്സ് ഓഫീസ് ഏതാണെന്ന് ചോദിച്ചാൽ ബാർബിയാണ് കൂടി നോക്കാം. സോ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് 2 അവാർഡാണ്. ഒന്ന് സിനിമാറ്റിക് ആൻഡ് ബോക്സ് ഓഫീസ്, അത് ബാർബിക്കാണ്. പിന്നെ സ്റ്റാൻഡപ്പ് കോമഡി അവാർഡാണെങ്കിൽ റിക്കി ഗർവാസിസ് ആണ്. നമ്മുടെ ഗർവാസിസ് ആശാൻ്റെ ഒക്കെ ഓർമ്മ വെക്കുക, നമ്മുടെ ജനാർദ്ദനൻ ഒരു സിനിമയിൽ ഗർവാസിസ് ആശാനല്ലേ, അതേപോലെ ഓർത്തിരിക്കുക. അപ്പോൾ ഗർവാസിസ് ആണ് നോക്കുക. ആർമഗഡൻ എന്ന ടി വി സീരീസാണ് കൂടി നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഗോൾഡൻ ഗ്ലോബ് അവാർഡിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇത്രയും നമ്മൾ പറഞ്ഞ ഇതെന്നുള്ള ഇനി MCQs എങ്ങനെ വരും എന്നുള്ളതും നമുക്ക് ചെയ്ത് നോക്കിയേക്കാം. സോ ആദ്യത്തെ ചോദ്യമാണ്, ഹു വൺ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ 81st ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഇൻ TV
ഡ്രാമ. ഈ തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരില്ല. ആദ്യമേ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അവർ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന്. ഒന്നില്ലെങ്കിൽ നമുക്ക് 2024 അല്ലെങ്കിൽ 23 അത് ചോദിക്കും. ഇതിപ്പോൾ 2024 അപ്പോൾ അല്ലെങ്കിൽ 81ാമത്തെ ഈ തന്നിരിക്കുന്നവ ചോദിക്കും. അല്ല ഏതെങ്കിലും ഒന്ന് ആയാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്നാലും ഈ 81ാമത്തെ ചോദിച്ച് ഓർത്തിരിക്കാൻ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 2024 ചോദിക്കില്ല. അപ്പോൾ ഹു വോൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ 81st ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഇൻ ദ TV സീരീസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഏത് കൊല്ലാണെന്ന്. പക്ഷേ ഓർത്തിരിക്കുക ഈ 81ാമത്തെ ഏതാണ് 2024 ഓർത്തിരിക്കുക. സോ അതുകൊണ്ടാണ് 24ഉം 81 ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻസ്. സോ ഈ ചോദ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. അതും ഇവിടെ നോക്കുക, ഇത് TV സീരീസ് ആണെന്ന് നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു TV സീരീസ് ഡ്രാമ വിഭാഗമാണെന്ന് പറഞ്ഞു. സോ അതിലത്തെ മികച്ച നടൻ ആരാന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. ഓപ്ഷൻ എ കെവിൻ ഡി ബ്രോയിൻ, ഓപ്ഷൻ ബി ജെറമി വൈറ്റ്, ഓപ്ഷൻ സി കെറൻ കൽക്കിൻസ്, ഓപ്ഷൻ ഡി സ്റ്റീഫൻ ഇയോൺ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കെറൻ കൽക്കിൻസ് ആണെന്ന് പറഞ്ഞു. മികച്ച നടിയാരായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യമാണ് ഹു വോൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ 81st ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഇൻ ദ മോഷൻ പിക്ചേഴ്സ് മ്യൂസിക്കൽ കോമഡി സീരീസ്. കണ്ടില്ലേ ചോദ്യം എങ്ങനെ വരുന്നു എന്നുള്ള? മോഷൻ പിക്ചേഴ്സ് പറയുന്നുണ്ട് ഇവിടെ. മോഷൻ പിക്ചേഴ്സോ അല്ലെങ്കിൽ TV സീരീസ് എന്നോ അവർ പറയും. പ്ലസ് അതിലത്തെ ഏത് കാറ്റഗറി ആണെന്നും കൂടി ഇവർ പറയുന്നുണ്ട്. കണ്ടില്ലേ, മ്യൂസിക് ആൻഡ് കോമഡി വിഭാഗത്തിലെ മോഷൻ പിക്ചേഴ്സിലെ മികച്ച സിനിമ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കിരൺ ഡി ബ്രൂയിൻ, ഓപ്ഷൻ ബി ജെറമി വൈറ്റ്, ഓപ്ഷൻ സി കെറൻ കൽക്കിൻസ്, ഓപ്ഷൻ ഡി പോൾ ഗിമറ്റി. ആരായിരിക്കും? ഓപ്ഷൻ ഡി പോൾ ഗിമറ്റി ആണെന്ന് നോക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ഇതിലത്തെ മികച്ച നടി ആരായിരുന്നു? എമ്മ സ്റ്റോൺ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അടുത്താണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫിലിം അറ്റ് ദ 81st ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഇൻ മോഷൻ പിക്ചേഴ്സ് മ്യൂസിക് ഓർ കോമഡി വിഭാഗം. അതിലത്തെ മികച്ച സിനിമ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പൂർ തിങ്, ഓപ്ഷൻ ബി ഓപ്പൺഹൈമർ, ഓപ്ഷൻ സി ബീഫ്, ഓപ്ഷൻ ഡി സസഷൻ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ പൂർ തിങ് ആണെന്ന് നോക്കാം. അടുത്താണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫിലിം അറ്റ് ദ 81st ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഇൻ TV സീരീസ് ലിമിറ്റഡ് സീരീസ് ആന്തോളജി മെയ്ഡ് ഫോർ TV. കണ്ടില്ലേ ചോദ്യം വരുന്നത്? TV സീരീസിൽ ഇവിടെ പറയുന്നുണ്ട്. TV സീരീസിൽ ഏതാ? ലിമിറ്റഡ് സീരീസ് ആന്തോളജി വിഭാഗം. അതായത് മൂന്നാമത്തെ കാറ്റഗറി വരും. ഒന്ന് ഡ്രാമ അല്ലേ, രണ്ട് ഏതാ വരുന്നത്? മ്യൂസിക്/കോമഡി വിഭാഗം. പിന്നെയാണ് ലിമിറ്റഡ് സീരീസിൽ വരുന്നത്. അപ്പോൾ ലിമിറ്റഡ് സീരീസിലെ ബെസ്റ്റ് ഫിലിം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പൂർ തിങ്, ഓപ്ഷൻ ബി ഓപ്പൺഹൈമർ, ഓപ്ഷൻ സി ബീഫ്, ഓപ്ഷൻ ഡി സസഷൻ. ഓപ്ഷൻ സി ബീഫ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്താണ് ഹു ഈസ് ദ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അറ്റ് ദ 81st ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഇൻ ദ മോഷൻ പിക്ചേഴ്സ്. സപ്പോർട്ടിംഗ് ആക്ട്രസിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ ചോദിക്കുക ഈ മോഷൻ പിക്ചേഴ്സ് മാത്രമായിരിക്കും. അതുകൊണ്ട് അത് മെയിനായിട്ട് ഓർത്തിരിക്കുക, ആ ഒരു രണ്ടുപേരും. സോ ഇത് മോഷൻ പിക്ചേഴ്സിലെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റോബർട്ട് ഡൗണി, ഓപ്ഷൻ ബി മാത്യു മക്ഫൈഡൻ, ഓപ്ഷൻ ഡി ഡാവിൻ ജോയ് റണ്ടോൾഫ്, ഓപ്ഷൻ ഡി എലിസബത്ത് ഡെബിക്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റോബർട്ട് ഡൗണി എന്ന് നോക്കുക അല്ലേ, മികച്ച സപ്പോർട്ടിംഗ് ആക്ടർ. അപ്പോൾ സപ്പോർട്ടിംഗ് ആക്ട്രസ് ആരായിരിക്കും? ഡാവിൻ ജോയ് റണ്ടോൾഫ് ആയിരിക്കും സപ്പോർട്ടിംഗ് ആക്ട്രസ് അല്ലേ. അപ്പോൾ ഈ മക്ഫൈഡൻ ആരായിരിക്കും? മാത്യു മക്ഫൈഡൻ സപ്പോർട്ടിംഗ് ആക്ടർ തന്നെയാണ്, പക്ഷെങ്കിൽ അതോ TV സീരീസിലാണെന്ന് നോക്കാം. ഈ എലിസബത്ത് ഡെബിക്സോ സെയിം ആക്ട്രസ് ആണ്, ഏത് TV സീരീസിലാണെന്നും കൂടി നോക്കാം. അടുത്താണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സോങ് അറ്റ് ദ 81st ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഇൻ ദ മോഷൻ പിക്ചേഴ്സ്. ബെസ്റ്റ് സോങ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വാട്ട് വാസ് ഐ കോൾ ഫോർ, ഓപ്ഷൻ ബി വാട്ട് വാസ് ഐ മെയ്ഡ് ഓഫ്, ഓപ്ഷൻ സി വാട്ട് വാസ് ഐ സെൻഡ് ഫോർ, ഓപ്ഷൻ ഡി വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. കണ്ടില്ലേ എങ്ങനെയാണ് ചോദ്യം എന്നുള്ളത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ഇവിടെ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ ഉണ്ട്, അതുപോലെ തന്നെ വാട്ട് ഐ വാസ് മെയ്ഡ് ഓഫ് ഉണ്ട്, അതുപോലെ വാട്ട് ഐ കോൾ ഫോർ ഉണ്ട്, അതുപോലെ തന്നെ വാട്ട് വാസ് ഐ സെൻഡ് ഫോർ ഉണ്ട്. സോ നമ്മളെ തെറ്റിക്കാനായിട്ടുള്ള 100% ചാൻസും ഉണ്ട്. സോ ഓർത്തിരിക്കുക. ഗൈസ് ഇതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഭാരത് രത്ന നമ്മൾ പറയും ഇപ്പോൾ ഈ കണ്ട ഗോൾഡൻ ഗ്ലോബ് മാത്രമല്ല, ഈ ഭാരത് രത്ന പോലെ അവിടെ നിന്നും ഒരു മാർക്കിനുള്ള ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കളഞ്ഞു കുടിക്കരുത്.
കാരണം നമുക്കൊരു മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും വിലപ്പെട്ട മാർക്കാണ്. നമ്മൾ വെറുതെ അറിയാത്ത കാര്യം കൊണ്ട് കുത്തിയിട്ട് മൈനസ് അടിക്കേണ്ട ആവശ്യമില്ല. സോ കറക്റ്റായിട്ട് ഇത് പഠിച്ചു പോവുക. ഭാരത് രത്ന 1954 മുതൽ 2024 വരെയുള്ള നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ തരത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫെബ്രുവരിയിൽ ഇമ്പോർട്ടൻ്റ് ഒക്കെ ആണ്, കാണേണ്ടവർ കാണുക. അതുപോലെ തന്നെ ഫോർമുല 1 കറണ്ട് അഫയർ, ഇത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇതെന്ന്. അത് ഒരു മാർക്ക് എന്തെങ്കിലും ചോദിക്കും. സോ അതും നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഗോൾഡൻ ഗ്ലോബ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്.